الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മരണം അനിഷേധ്യമായ ഒരു സത്യമാണ്. ഈ ഭൂമിയിൽ ജനിച്ച ഏതൊരു വ്യക്തിയും ഒരു ദിവസം മരിക്കും എന്നതിൽ തർക്കമില്ല. പക്ഷെ അത് എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും, എവിടെ വെച്ചായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല എന്ന് മാത്രം. പരിശുദ്ധ ഖുർആൻ മൗത്ത് അല്ലെങ്കിൽ മരണം എന്നതിന് പര്യായപദമായി പ്രയോഗിച്ച ഒരു പ്രയോഗം തന്നെ അൽ യഖീൻ എന്നാണ്. വഅബ്ദുദ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിനക്ക് ഉറപ്പുള്ള സംഗതി, സംശയമില്ലാത്തത്, അഥവാ മരണം ആസന്നമാകുന്നത് വരെയും നീ റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ആയത്തിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന സംശയമില്ലാത്തൊരു സംഗതിയാണ് മരണം എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ദേഹവും മരണം രുചിക്കുക തന്നെ ചെയ്യും. സൂറത്ത് ആൽ ഇംറാനിൽ
സൂറത്തുൽ അൻബിയായിൽ, സൂറത്തുൽ അൻകബൂത്തിലൊക്കെ ഇതേ ശൈലിയിൽ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞത് കാണാൻ കഴിയുന്നതാണ്. മരണസമയത്ത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് കാണാനും അറിയാനും കഴിയാത്ത പലതും അവിടെ സംഭവിക്കുന്നുണ്ട് എന്ന കാര്യം ഖുർആൻ ഉണർത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകളിലും അത് കാണുവാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പറയുന്നു, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായിക. അവിശ്വാസികളായ നന്ദികെട്ട ആളുകളെ അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ മരിപ്പിച്ച് റൂഹ് ഏറ്റെടുക്കുന്ന സന്ദർഭം നീ കണ്ടിരുന്നുവെങ്കിൽ, യദ്രിബൂന വുജൂഹഹും വ അദ്ബാറഹും, അവരുടെ മുഖത്തും പുറകുഭാഗത്തും മുതുകിലുമൊക്കെ ശക്തമായി പ്രഹരിക്കുന്നുണ്ട് ആ മലായിക്കത്തുകൾ. എന്നിട്ട് അവരോട് പറയും, വദൂഖു അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന ശിക്ഷ അതാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത്, നിങ്ങൾ അത് ആസ്വദിച്ചു കൊള്ളുക എന്ന സൂറത്തുൽ അൻഫാലിൽ, അതേപോലെ 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദിലൊക്കെ മരണസമയത്ത് പലരും അനുഭവിക്കുന്ന, നേരിടുന്ന യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ മരണത്തിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കാനിരിക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? മരണത്തോടുകൂടി നമുക്ക് കോലപ്പെടുത്താൻ കഴിയാത്ത പലതും സംഭവിക്കുന്നുണ്ട് എന്നതാണ്. അത് നമ്മൾ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സത്യത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി വെക്കുന്ന ഖബർ, അത് വാസ്തവത്തിൽ ഇസ്ലാമിന്റെ വിശദമായ ആശയത്തിൽ, അർത്ഥത്തിൽ കേവലം ഒരു കുഴിമാടം എന്ന അർത്ഥത്തിലല്ല. മരണശേഷമുള്ള ഖിയാമത്ത് നാളിന് മുമ്പ് വരെയുള്ള ആ അവസ്ഥ, അത് ഏത് കോലത്തിലാണെങ്കിലും, കരിഞ്ഞു പോയതാണെങ്കിലും, മയ്യത്ത് കിട്ടാതെയാണെങ്കിലും, അതല്ലെങ്കിൽ കടലിൽ ഏതെങ്കിലും മൃഗങ്ങളുടെ, മത്സ്യത്തിന്റെ വയറ്റിലാണെങ്കിലും അയാളുടെ ഖബർ അതാണ്. അത് അൽ ഖബ്റു ഹുവ അവ്വലു മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള ആദ്യത്തെ വീടാണ്, ആദ്യത്തെ സ്റ്റെപ്പാണ് ആ ഖബർ എന്ന് പറയുന്നത്. അവിടെ അർഹിക്കുന്ന ആളുകൾക്ക് അദാബുണ്ട്, ശിക്ഷയുണ്ട്. വന്നഈം, അതേപോലെ തന്നെ അവകാശികളായ ആളുകൾക്ക് അവിടെ സുഖവും സന്തോഷവുമുണ്ട്. അത് സത്യമാണ്. പരിശുദ്ധ ഖുർആൻ അറിയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകൾ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മരണശേഷം ഉള്ളത് എവിടെയാണെങ്കിലും അത് നമ്മുടെ ഖബറാണ്. ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന, അതൊന്നിരിക്കെ സ്വർഗത്തിലെ ഒരു തോപ്പായിരിക്കും, തോട്ടമായിരിക്കും. അള്ളാഹു ആ രീതിയിലുള്ള ഖബർ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഔ ഹുഫറത്തും മിൻ ഹുഫരിൻ നാർ, അതല്ലെങ്കിൽ നരകത്തിന്റെ അഗാധ ഗർത്തങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഗർത്തമായിരിക്കും അയാൾക്കുള്ള നിലകൊള്ളുന്ന ആ ഖബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബറടക്കി ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ, ഏതൊരു മനുഷ്യന്റെയും ജനാസയുടെ കൂടെ 2-3 വിഭാഗം ആളുകൾ ഉണ്ടാകും. യത്ബഉൽ മയ്യിത സലാസ, 3 വിഭാഗം ആളുകൾ ഉണ്ടാകും. 3 വിഭാഗം ആളുകൾ എന്നല്ല, 3 വസ്തുക്കൾ. ഒന്ന് അഹ്ലുഹു, അയാളുടെ ബന്ധുക്കളും കുടുംബക്കാരുമാണ്. രണ്ടാമത്തേത് വമാലുഹു, അയാളുടെ സമ്പത്താണ്. മൂന്നാമത്തേത് വഅമലുഹു, അയാൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളാണ്. എന്നാൽ ഫയർജിഉ ഇസ്നാനി വയബ്ഖാ വാഹിദ്, ഖബറിലേക്ക് ഒരാളെ ഇറക്കി വെച്ച് അയാളുടെ മീതെ മൂടപ്പലകകൾ വെച്ച് മണ്ണിട്ട് അല്പനേരം തസ്ബീത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, എത്ര പ്രിയപ്പെട്ട ആളുകളാണെങ്കിലും അവരൊക്കെ പിരിഞ്ഞു പോകും. പിന്നെ അയാളുടെ കൂടെ ഉണ്ടാകുന്നത് അയാളുടെ കർമ്മങ്ങൾ മാത്രമായിരിക്കും. യർജിഉ അഹ്ലുഹു വമാലുഹു വയബ്ഖാ അമലുഹു, അയാളുടെ സമ്പത്തും പരിവാരങ്ങളും ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും പിരിഞ്ഞു പോകും. ആ ഖബറിൽ പിന്നെ അയാളുടെ കൂടെ ഉണ്ടാവുക അയാളുടെ കർമ്മങ്ങൾ മാത്രമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ ഘട്ടത്തിൽ 2 മലക്കുകൾ അവിടേക്ക് കടന്നു വരും. മുൻകർ, നക്കീർ എന്നിങ്ങനെ പേരുള്ള 2 മലക്കുകൾ അവരുടെ അടുക്കലേക്ക് വന്നിട്ട് ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ എഴുന്നേൽപ്പിച്ചിരുത്തും. എന്നിട്ട് 3 ചോദ്യങ്ങൾ അവരോട് ചോദിക്കും. റബ്ബിനെ സംബന്ധിച്ച്, ദീനിനെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. അപ്പോൾ സത്യവിശ്വാസിയായ ആളുകൾക്ക് ഉത്തരം പറയാൻ സാധിക്കും. ഫയുഖാലു ലഹു, ആ ഉത്തരം പറഞ്ഞ വിശ്വാസിയോട് പറയും, നീ നോക്കൂ, ഉൻളുർ ഇലാ മഖഅദിക മിനന്നാർ, നിന്റെ ഒരു സ്ഥാനമുണ്ടായിരുന്നു നരകത്തിൽ, ആ നരകം നീ ഒന്ന് നോക്കൂ. നീ ഈ വിശ്വാസവും ആദർശവും കർമ്മങ്ങളും ഒന്നും സ്വീകരിച്ചില്ല, പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ നീ എത്തിപ്പെടേണ്ട നരകമാണത്. അബ്ദലകല്ലാഹു ബിഹി മഖഅദൻ മിനൽ ജന്ന,
എന്നാൽ വിശ്വാസം സ്വീകരിച്ച, പടച്ചറബിന്റെ വാക്കുകളെ അംഗീകരിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളെ അനുസരിച്ച നിനക്ക് അള്ളാഹു അതിന് പകരം സ്വർഗത്തിൽ ഇതാ ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വർഗം കാണിച്ചു കൊടുക്കുമെന്നാണ് സ്വഹീഹുൽ ബുഖാരിയിൽ, സ്വഹീഹ് മുസ്ലിമിൽ ഒക്കെ നമുക്ക് ആ ഹദീസ് കാണാൻ കഴിയും. അപ്പൊ വിശ്വാസികളായ ആളുകൾക്ക് തന്നെ അവർ വിശ്വാസം സ്വീകരിച്ചില്ലെങ്കിൽ എത്തിപ്പെടുമായിരുന്ന ആ നരകത്തിന്റെ കാഴ്ച അള്ളാഹു കാണിച്ചു കൊടുക്കും. എന്തിന് എന്ന് ചോദിച്ചാൽ, സ്വർഗം കിട്ടുമ്പോൾ അതിന്റെ വിലയും നിലയും അതിനുള്ള നന്ദിയും കടപ്പാടും കൂടുതൽ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കാഫിറായ, മുനാഫിക്കായ, കപടവിശ്വാസിയായ, സത്യനിഷേധിയായ ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ ചോദ്യം അവരോടും ഉണ്ടാകും. അവർക്ക് ഉത്തരം പറയാൻ കഴിയുകയില്ല. ആവർത്തിച്ച് അവർ നെടുവീർപ്പെടുകയും വെപ്രാളപ്പെടുകയുമായിരിക്കും ചെയ്യുക. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ ആ അവിശ്വാസികളായ, മുനാഫിക്കുകളായ നരകത്തിന്റെ അടിത്തട്ടിൽ പോകുവാൻ വിധിക്കപ്പെട്ട ആളുകൾക്ക് തന്നെ സ്വർഗത്തിന്റെ ഇരിപ്പിടം കാണിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ യദ്ഖുലുൽ ജന്നത അഹദുൻ ഇല്ലാ ഉരിയ മഖഅദഹു മിനന്നാർ. ഒരാളും സ്വർഗത്തിൽ കടക്കുകയില്ല തന്റെ നരകത്തിലെ ഒരു സ്ഥാനം കാണിച്ചു കൊടുത്തിട്ടല്ലാതെ. ലൗ അസാഅ, അയാൾ മോശമായി പ്രവർത്തിച്ച അവിശ്വാസിയും സത്യനിഷേധിയും ദുഷ്കർമ്മിയും ഒക്കെ ആയിരുന്നുവെങ്കിൽ അയാൾ എത്തിപ്പെടേണ്ടുന്ന ആ നരകം ഒന്ന് കാണിച്ചു കൊടുത്തിട്ടല്ലാതെ ഒരാളെയും അള്ളാഹു സ്വർഗത്തിൽ കയറ്റുകയില്ല എന്ന്. ലിയസ്ദാദ ശുക്രൻ, നന്ദി, കടപ്പാട് കൂടുതൽ ഉണ്ടാകുവാൻ വേണ്ടി. അതേപോലെ വലാ യദ്ഖുലുൻ നാറ അഹദുൻ, ഒരാളും നരകത്തിൽ കടക്കുകയില്ല ഇല്ലാ ഉരിയ മഖഅദഹു മിനൽ ജന്ന ലൗ അഹ്സൻ. നല്ല രീതിയിൽ കർമ്മങ്ങൾ ചെയ്ത് നല്ല വിശ്വാസം സ്വീകരിച്ചിരുന്നുവെങ്കിൽ തനിക്ക് കിട്ടാനിരുന്ന ആ സ്വർഗത്തിന്റെ സ്ഥാനം, അവിടുത്തെ ഇരിപ്പിടം കാണിച്ചു കൊടുത്തിട്ടല്ലാതെ ഒരാളെയും നരകത്തിലേക്കും അള്ളാഹു പറഞ്ഞു വിടുകയില്ല. ലിയകൂന അലൈഹി ഹസ്റത്തൻ, അത് അയാൾക്ക് കൂടുതൽ ശിക്ഷയും ഖേദവും നെടുവീർപ്പുമാകുവാൻ വേണ്ടിയിട്ടാണ് എന്ന് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് ആ രണ്ട് മനുഷ്യന്മാരെയും ചോദ്യം ചോദിച്ചിട്ട് മറുപടി കിട്ടാത്ത ആളുകൾക്ക് സുമ്മ യുളറബു ബിമിത്രഖത്തിൻ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് അല്ലെങ്കിൽ ചുറ്റിക കൊണ്ട് അയാളെ ശക്തമായി പ്രഹരിക്കും. ലർബത്തൻ ബൈന ഉദുനൈഹി, രണ്ട് ചെവികൾക്കും ഇടയിൽ അയാളുടെ പിരടിക്ക്, അയാളുടെ തലക്കടിക്കും. ഫയസീഹു സൈഹത്തൻ, അയാൾ ആർത്തട്ടഹസിച്ച് നിലവിളിക്കും. യസ്മഉഹു മൻ യകൂനു ഖരീബൻ മിൻഹു, അയാളുടെ സമീപത്തുള്ള എല്ലാവരും അത് കേൾക്കും. ഇല്ല സഖലൈൻ, മനുഷ്യവർഗത്തിലും ജിന്നുവർഗത്തിലും പെട്ടവരല്ലാത്ത എല്ലാവർക്കും അത് കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഞാൻ ആ കേൾക്കുന്ന പലതും കാണുന്ന പലതും നിങ്ങളെയും കാണിക്കുവാനും കേൾപ്പിക്കുവാനും പ്രാർത്ഥിക്കണമെന്ന് റബ്ബിനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളോടുള്ള കനിവ് കൊണ്ട്, കാരുണ്യം കൊണ്ട് ഞാൻ അത് ചോദിക്കാത്തതാണ്. കാരണം ലൗ സമിഊഹാ ലസഇഖു, ആരെങ്കിലും ആ ശബ്ദ കോലാഹലങ്ങൾ കേട്ടാൽ അവർ ബോധരഹിതരായി അവിടെ തന്നെ വീഴും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത്രമാത്രം ഭയാനകതകൾ നിറഞ്ഞ ഒരു ലോകമാണ്. സത്യവിശ്വാസികളല്ലാത്ത ആളുകളാണ് മരിച്ചു പോകുന്നതെങ്കിൽ ആ മരണശേഷം അവരെ കാത്തിരിക്കുന്നത്. ഇവിടെ അടിച്ചു പൊളിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ അവരൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്, മിടുക്കന്മാരാണ്, കേമന്മാരാണ് എന്ന് ആരും ചിന്തിക്കേണ്ടതില്ല. ഈ ലോകത്തോടുകൂടി അവസാനിക്കുന്നതല്ല നമ്മുടെ യഥാർത്ഥ ജീവിതം, മറിച്ച് മരണത്തോടുകൂടി തുടങ്ങുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, ഏതൊരു മനുഷ്യന്റെയും അടുക്കൽ മരണം ആസന്നമായി കഴിഞ്ഞാൽ അയാൾ വിളിച്ചു പറയും, ഖാല റബ്ബിർജിഊൻ, പടച്ചവനെ എന്നെ അല്പം ഒന്ന് പിന്തിപ്പിക്കണമേ, എന്നെ ഒന്ന് തിരിച്ചുവിടണമേ എന്ന് ചോദിക്കും. എന്തിനു വേണ്ടി? എന്റെ ഭാര്യയും മക്കളുമൊക്കെയായി കുറച്ചുകൂടി സുഖിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, അതല്ലെങ്കിൽ എന്റെ വീട് പണി പൂർത്തിയായിട്ടില്ല അതൊന്ന് പൂർത്തിയാക്കട്ടെ എന്നല്ല, എന്റെ മക്കളെ കെട്ടിച്ചയക്കാനുണ്ട് അതൊന്ന് പൂർത്തീകരിക്കട്ടെ എന്നല്ല, മറിച്ച് അന്നഹു യൻദമു ഫീ തിൽകൽ ഹാൽ, ആ അവസരത്തിൽ മലക്കുൽ മൗത്തിനെ കാണുന്ന ആ ഘട്ടത്തിൽ ഏതൊരു മനുഷ്യനും ഖേദിക്കും, സങ്കടപ്പെടും. ഇദാ റആ മആലഹു വശാഹദ ഖുബ്ഹ അഹ്മാലിഹി, താൻ എത്തിപ്പെടാനിരിക്കുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ചും താൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ വഷളത്തരത്തെക്കുറിച്ചും കാണുമ്പോൾ, ബോധ്യപ്പെടുമ്പോൾ ഓരോരുത്തരും കൊതിക്കും. ഫയത്തുലുബുർ റജ്അത ഇല ദുനിയ, ദുനിയാവിലേക്ക് ഒന്നുകൂടി മടക്കി വിടണമേ എന്ന് ചോദിക്കുകയും കൊതിക്കുകയും ചെയ്യാത്ത ഒരാളുമില്ല.
ലാ ലിത്തമത്തുഇ ബിലദ്ദാതിഹ, ആ ദുനിയാവിലെ സുഖാസ്വാദനങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയല്ല. വഖ്തിതാഫി ശഹവാതിഹ, അതിന്റെ അനുഭൂതികളും ആസ്വാദനങ്ങളും ഇനിയും പിടിച്ചെടുക്കുവാനും ആസ്വദിക്കുവാനും വേണ്ടിയല്ല. വഇന്നമാ ദാലിക യഖൂൽ, മറിച്ച് അയാൾ തന്നെ പറയുന്നത് ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, പടച്ചവനെ പലതും ഞാൻ ചെയ്യാതെ വിട്ടിട്ടുണ്ട്, എനിക്ക് കഴിയുമായിരുന്നു എന്റെ സമ്പത്തിന്റെ ഒരു നിശ്ചിത വിഹിതം സക്കാത്ത് കൊടുക്കാൻ, യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല. സ്വതക്ക കൊടുത്തിട്ടില്ല. കൃത്യമായി നമസ്കരിക്കാൻ, നോമ്പെടുക്കാൻ, ഹജ്ജ് ചെയ്യാൻ ഒക്കെ ശേഷിയും കഴിവുമുണ്ടായിരുന്ന ഞാൻ അതിലൊക്കെ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊരല്പസമയം എനിക്കൊന്ന് നീ നീട്ടിത്തരുമോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ മറുപടി കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, നടക്കുകയില്ല. അതൊരു വെറും വർത്തമാനം. അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അയാളെ ഉത്ബോധിപ്പിക്കുന്ന എത്രയോ ഉത്ബോധനങ്ങൾ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചെവി കൊടുക്കാതെ, അതിനൊന്നും വില കൽപ്പിക്കാതെ പോയ ആൾ ഇപ്പോൾ അത് ബോധ്യപ്പെടുമ്പോൾ ചോദിക്കുകയാണ്, പക്ഷേ ഇനി അവരെ തിരിച്ചു വിട്ടാലോ, അവരൊട്ട് ചൊവ്വാവാൻ പോകുന്നുമില്ല എന്ന കാര്യം കൂടി ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഇനി അവരോരോരുത്തരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ അവർക്കൊരു ബർസഖുണ്ട്, ഖബറിലെ യഥാർത്ഥ ജീവിതം. അതാണ് മരണം എല്ലാറ്റിന്റെയും അവസാനമല്ല, യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള വാതിലാണ് എന്ന് പറയാൻ കാരണം. ഒരു കവി പറഞ്ഞതുപോലെ അൽ മൗതു ബാബുൻ വകുല്ലുൻ നാസി ദാഖിലുഹു, മരണം എന്നതൊരു വാതിലാണ്, ഒരു എൻട്രൻസ് ആണ്, എല്ലാവരും അതിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഫലൈത ശഅരി ബഅദൽ ബാബി മദ്ദാറു, ആ വാതിലിലൂടെ കടന്നതിന് ശേഷം ഞാൻ എത്തിപ്പെടുന്ന എന്റെ ഇരിപ്പിടം, എന്റെ ഭവനം എന്താണ്, എവിടെയാണ് എന്നറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അദ്ദാറു ജന്നത്തു ഖുൽദിൻ ഇൻ അമിൽത ബിമാ യുർദിൽ ഇലാഹ വഇൻ ഖസ്സർത ഫന്നാറു, നീ പടച്ച റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന നന്മകളാണ് ചെയ്തതെങ്കിൽ, നിന്റെ സമ്പത്ത് കൊണ്ട്, ആരോഗ്യം കൊണ്ട്, സമയം ഉപയോഗിച്ച് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന നന്മകളാണ് നീ ചെയ്തിട്ടുള്ളെങ്കിൽ നിന്റെ ഭവനം സ്വർഗമാണ്. എന്നാൽ വഇൻ ഖസ്സർത, നീ അതിലൊക്കെ വീഴ്ച വരുത്തിയവനാണ്, അതിനൊന്നും വലിയ പ്രാധാന്യം കൽപ്പിക്കാത്തവനാണെങ്കിൽ ഫന്നാറു, നിന്റെ ഭവനം നരകമാണ് എന്നാണ്. അള്ളാഹു ആ നരകത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണശേഷം നമ്മൾ മറ്റൊരു ലോകത്തേക്ക് യാത്രയാവുകയാണ്. ഈ ദുനിയാവിലെ ഒരു സാദൃശ്യവും സമാനതയും അവിടെ ഉണ്ട് എന്ന് കരുതേണ്ടതില്ല. ഹയാത്തുൽ ഖബർ അല്ലെങ്കിൽ ഹയാത്തുൽ ബർസഖ് എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത്, അതിനെ നിഷേധിക്കുന്നത്, അതിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് പരിഹസിക്കുകയും സംശയത്തോടു കൂടിയൊക്കെ നോക്കുവാനുള്ള കാരണം ദുനിയാവിലെ ഈ ജീവിതവുമായി തുലനം ചെയ്തിട്ടാണ്. എന്നാൽ ഒരിക്കലും ഈ ദുനിയാവിലേതുപോലെയല്ല ഖബറിലേത്, ഖബറിലുള്ളതുപോലെയല്ല നാളെ ആഖിറത്തിൽ നടക്കാനിരിക്കുന്നത്, സ്വർഗവും നരകവും ഒക്കെ. വമിൻ വറാഇഹിം ബർസഖുൻ, അവരുടെ ഈ കാലത്തിന് ശേഷം, മരണത്തിന് ശേഷം അവരുടെ മുന്നിൽ ഇനിയുള്ളത് ഒരു മറയാണ്. അൽ ഹാജിസു ബൈന ദുനിയ വൽ ആഖിറ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടയിലുള്ള നല്ല ഒരു മതിൽക്കെട്ട്, ഒരു മറയുണ്ട്. വഫീ ഹാദൽ ബർസഖ് യതനഅമുൽ മുതീഊൻ, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ച സത്യവിശ്വാസികൾ ആ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി അനുഭൂതികളും ആസ്വാദനങ്ങളും അനുഭവിച്ചുകൊണ്ട് കഴിയും. വയുഅദ്ദബുൽ ആസൂൻ, നേരെ മറിച്ച് റബ്ബിനെ ധിക്കരിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങളെ പരിഹസിച്ച് കൈയൊഴിച്ച, അവഹേളിച്ച ആളുകൾ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും. മിൻ മൗതിഹിം ഇലാ യൗമി യുബ്അസൂൻ, മരണം മുതൽ ഇനി ഉയർത്തെഴുന്നേൽക്കുന്ന നാളുവരെയും ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു ലോകം, അവിടെ രക്ഷയുമുണ്ട് ശിക്ഷയുമുണ്ട് ഇവിടത്തെ കർമ്മങ്ങൾക്കനുസരിച്ച്. അതുകൊണ്ട് തഅഹബ് ലില്ലദീ ലാ ബുദ്ദ മിൻഹു, നമുക്ക് ഓരോരുത്തർക്കും അനിവാര്യമായ ആ മരണത്തിന് വേണ്ടി, ആ ഒരു കാര്യം നിന്റെ അടുക്കിലേക്ക് വരുന്നതിന് മുമ്പ് നീ അതിനു വേണ്ടി തയ്യാറായിക്കോ. ഫഇന്നൽ മൗത മീഖാത്തുൽ ഇബാദി, ഓരോ അടിമയുടെയും മീഖാത്താണ്. ഹജ്ജിന് പോകുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ നമ്മൾ ഇഹ്റാം കെട്ടാൻ മീഖാത്തിൽ പോകുന്നത് പോലെ നമുക്ക് നിർണയിച്ച ഒരു പ്രദേശമാണ്, ഒരു സമയമാണ്, ഒരു സ്ഥലമാണ് മരണം എന്നുള്ളത്. അതിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതർലാ അൻ തകൂന റഫീഖ ഖൗമിൻ ലഹും സാദുൻ വഅൻത ബിഗൈരി സാദിൻ, നീ തൃപ്തിപ്പെടുന്നുണ്ടോ? നിന്റെ കൂട്ടുകാർ പലരും, അവർക്ക് ആ യാത്രയിൽ വേണ്ടുന്ന വിഭവങ്ങളെല്ലാം അവർ ശേഖരിച്ചിട്ടുണ്ട്. ദുനിയാവിനെ മനസ്സിലാക്കി, ഖബറിനെ അവർ തിരിച്ചറിഞ്ഞു,
മഹ്ശറയെയും പരലോകത്തെയും അവർ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയതുകൊണ്ട് അവരുടെ സന്ദർഭവും സമയവും സമ്പത്തും ആരോഗ്യവും എല്ലാം ഉപയോഗിച്ച് ആ പരലോകത്തേക്ക് വേണ്ടി യാത്രാ വിഭവങ്ങൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. അവരാണ് നിന്റെ കൂടെയുള്ളത്. നീ ആകട്ടെ ഒന്നുമില്ലാതെ വെറും കൈയോടെ പോകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അതുകൊണ്ട് നീ തയ്യാറെടുത്തോ എന്നാണ് കവി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ കുന്നാ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജനാസത്തിൻ, ഒരു ജനാസ അടക്കാൻ വേണ്ടി അല്പമൊന്ന് സാവകാശം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങളും ആ ഖബറിന്റെ സ്ഥലത്തിരുന്നു. ഫജലസ അലാ ഷഫീരിൽ ഖബർ, ആ ഖബറിന്റെ ഒരു സൈഡിൽ ഓരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. ഫബക, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞു കരഞ്ഞു. ഹത്താ ബല്ല സറ, ആ കണ്ണുനീർ ചാലിട്ടൊഴുകി മണ്ണിൽ വീണു. ആ മണ്ണ് കുതിരുവോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ കരഞ്ഞു. സുമ്മ ഖാൽ, എന്നിട്ട് പറഞ്ഞു സഹാബത്തിനോട്, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദു, ഇതുപോലെയുള്ളൊരു ജീവിതം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, ഇതിനു വേണ്ടിയായിരിക്കട്ടെ നിങ്ങൾ മത്സരിക്കുന്നതും നിങ്ങൾ അധ്വാനിക്കുന്നതും നിങ്ങൾ ശേഖരിച്ചു വെക്കുന്നതും. അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുത്തോ. എല്ലാ നിസ്കാരങ്ങളിലും അല്ലാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടുമായിരുന്നു എന്നാണ്, ഖബറിലെ ശിക്ഷയിൽ നിന്ന്. അതേപോലെ തന്നെ ദുനിയാവിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു, ثم أمرهم أن يتعوذوا من عذاب القبر, ഖബറിലെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷ തേടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ എത്രയോ ആയത്തുകൾ അതിലേക്ക് സൂചന നൽകുന്നതായി വ്യക്തമായി തന്നെ സൂചനകളുള്ള നിരവധി ആയത്തുകളുണ്ട്. ആ ആയത്തുകളൊക്കെ തെളിവാക്കി അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഖബറിലെ രക്ഷാശിക്ഷകളെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകളിലും അത് സ്ഥിരപ്പെട്ട സംഗതിയാണ്. ഈ പറഞ്ഞ ഹദീസുകളൊക്കെ അതിന് തെളിവാണ്. അതുകൊണ്ട് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വഅന്ന അദാബൽ ഖബ്രി ഹഖ്ഖുൻ, ഖബറിൽ ശിക്ഷയുണ്ട് എന്നത് ഹഖാണ്, സത്യമാണ്. വമുസാഅലതു അഹ്ലിൽ ഖുബൂരി ഹഖ്ഖുൻ, ഖബറിൽ ആളുകളോട് ചോദ്യമുണ്ട് എന്നതും സത്യമാണ്. അതേപോലെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അഹ്ലുസുന്നയുടെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറയുകയാണ്, വഅദാബുൽ ഖബ്രി ഹഖ്ഖുൻ, ഖബറിൽ ശിക്ഷയുണ്ട് എന്നത് സത്യമാണ്. യുസ്അലുൽ അബ്ദു അൻ ദീനിഹി വഅൻ റബ്ബിഹി, പരലോകത്ത് എത്തുന്നതിന് മുമ്പ് ഖബറിൽ വെച്ച് തന്നെ ദീനിനെ സംബന്ധിച്ച്, റബ്ബിനെ സംബന്ധിച്ച്, നബിയെ സംബന്ധിച്ചൊക്കെ ചോദിക്കും. അതുകൊണ്ട് തന്നെ മാ അസ്വഅ ഹാലു മൻ കദ്ദബ ബിഹാദിഹിൽ അഹാദീസ്, ഇത്രമാത്രം പ്രമാണങ്ങളിലൂടെ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്ന സംഗതിയെ നിഷേധിക്കുന്ന ഒരാളുടെ അവസ്ഥ എത്രമാത്രം പരിതാപകരമാണ്, മോശമാണ് എന്ന് ഇമാം ആജുരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അശ്ശരീഅ എന്ന ഗ്രന്ഥത്തിലൂടെ ഈ തെളിവുകളൊക്കെ ഉദ്ധരിച്ച് ഹദീസുകൾ പറഞ്ഞ് അദ്ദേഹം അത്ഭുതം കൂറുകയാണ്. ലഖദ് ളല്ല ളലാലം ബഈദ, അത്തരം ആളുകൾ ശക്തമായ അതിവിദൂരമായ വഴികേടിലാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വന്നിട്ട് സ്വഹാബത്ത് ഉൾക്കൊണ്ടതും വിശദീകരിച്ചതും ഒക്കെ മാറ്റിവെച്ചിട്ട് തന്റെ യുക്തിയും ബുദ്ധിയും വക്രമായ ചിന്തയുമൊക്കെ വെച്ച് ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്ന ആളുകൾ എത്തിപ്പെട്ടിട്ടുള്ള ആ ഗർത്തത്തിന്റെ ആഴം എത്രയാണ്. വഖസിറ ഖുസ്റാനം മുബീന, അവർ തീരാ നഷ്ടത്തിലാണ് എന്നും ഇമാം ആജുരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അതേപോലെ മറ്റൊരു അഖീദ ഗ്രന്ഥമാണ് അഖീദത്തു ത്വഹാവിയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഗ്രന്ഥം. അതിൽ അദ്ദേഹം പറയുന്നു, വഖദ് തവാത്തറത്തിൽ അഖ്ബാറു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. ഫീ സുബൂതി അദാബിൽ ഖബർ വ നഈമിഹി, ഖബറിൽ ശിക്ഷയുണ്ട്, അതിൽ അർഹിക്കുന്ന ആളുകൾക്ക് അവിടെ രക്ഷയുണ്ട്. ലിമൻ കാന ദാലിക അഹ്ല, എന്നുള്ള വിഷയത്തിൽ ഖബറിൽ രക്ഷയും ശിക്ഷയുമുണ്ട് എന്ന കാര്യത്തിൽ അർഹിക്കുന്ന ഓരോരുത്തർക്കും അത് കിട്ടുമെന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. വസുആലിൽ മലക്കൈൻ, മലക്കുകളുടെ ചോദ്യത്തെ സംബന്ധിച്ച്. ഫയജിബു ഇഅ്തിഖാദു സുബൂതി ദാലിക വൽ ഈമാനു ബിഹി, അതുകൊണ്ട് ഒരു യഥാർത്ഥ മുഅ്മിനാണോ അത് നിഷേധിക്കാതെ സമ്മതിച്ചേ പറ്റൂ. നിഷേധിച്ചു പോകാം, പക്ഷെ ഇസ്ലാമിൽ അവർക്ക് സ്ഥാനമുണ്ടാവുകയില്ല എന്ന് മാത്രം. ഫലാ തതകല്ലം ഫീ കൈഫിയത്തിഹി, എന്നിട്ട് അദ്ദേഹം പ്രത്യേകം പറയാൻ, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അത് എങ്ങനെയായിരിക്കും, അതിന്റെ രൂപവും കോലവും നിങ്ങൾ ചിന്തിക്കേണ്ടതല്ല. കാരണം ഈ ലോകത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണത്.
ഒരാൾ നരകത്തിന്റെ ആളാണെങ്കിൽ മറ്റൊരാൾ സ്വർഗത്തിന്റെ ആൾ, അപ്പൊ ഇവിടുത്തെ ചൂട് മറ്റവന്റെ തണുപ്പിലേക്ക് കലരുകയില്ലേ എന്നൊക്കെ ചോദിച്ച് വിമർശിക്കുന്ന, അപഹസിക്കുന്ന ആളുകൾ അവരുടെ ബുദ്ധിയുടെ വൈകല്യം മനസ്സിലാക്കുന്നില്ല എന്നാണ് പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ പ്രത്യേകം പറഞ്ഞത്. ഇത് ലൈസ ലിൽ അഖ്ലി വുഖൂഫുൻ അലാ കൈഫിയത്തി. കാരണം ദുനിയാവിലെ നമ്മുടെ ജീവിതവും അനുഭവങ്ങളുമല്ല ബർസഖി ലോകത്ത് നടക്കുന്നത്. ബുദ്ധിയുടെ മേഖലയല്ല, നമ്മൾ അനുഭവിച്ചതും കേട്ടതും കണ്ടതും പോലെയല്ലാതെ. ലികൗനിഹി ലാ അഹദ ലഹു ബിഹി ഫീ ഹാദിഹി ദാർ. ആ ബർസഖി ലോകം, ഖബർ ജീവിതം, അത് നമ്മുടെ ബുദ്ധിയുമായി ബന്ധപ്പെട്ടതല്ല. നമുക്ക് അനുഭവമില്ല, നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല, നമ്മൾ ആരും അനുഭവിച്ചതല്ല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അംഗീകരിക്കുകയാണ് അവിടുത്തെ ബുദ്ധി. വശർഉ ലാ യഅതി ബിമാ തുഹയിലുൽ ഉഖൂൽ. ബുദ്ധി ഒന്നടങ്കം നിരാകരിക്കുന്ന, നിഷേധിക്കുന്നത് മതത്തിൽ ഉണ്ടാവുകയില്ല. എന്നാൽ വലാകിന്നഹു യഅതി ബിമാ തുഹാറു ഫീഹിൽ ഉഖൂൽ. ബുദ്ധിയെ പരിഭ്രമിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന പലതും, ബുദ്ധിക്ക് കണ്ടെത്താൻ കഴിയാത്ത അതിനപ്പുറത്തുള്ള പലതും മതത്തിലുണ്ടാകും. അതുകൊണ്ട് പരിമിതമായ ബുദ്ധിയിൽ നിന്നുകൊണ്ട്, അറിവിൽ നിന്നുകൊണ്ട് അതൊന്നുമില്ല എന്ന് നിഷേധിക്കല്ലേ, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് നിരാകരിക്കല്ലേ. മറിച്ച് ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന പലതും മതത്തിലുണ്ട്. ബുദ്ധി ഒന്നടങ്കം നിഷേധിക്കുന്ന, നിരാകരിക്കുന്ന ഒന്നും ഉണ്ടാവുകയില്ല എന്നത് ശരിയാണ് എന്നുള്ളത് പോലെ തന്നെ. അതുകൊണ്ട് ബർസഖ്, ഖബർ എന്ന് കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു കുഴിമാടമാണ് എന്ന് കരുതേണ്ടതില്ല. മറിച്ച് ദുനിയാവിലേക്ക് വരാൻ കഴിയാത്ത ഒരു മറയാണത്. അവിടെ പലതും നടക്കാനുണ്ട്. അവിടെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ കർമ്മങ്ങൾ നന്നാക്കണം. ഫദാലിക ഖൗലുല്ലാഹി അസ്സ വജൽ യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ. സത്യവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു ഖബറിൽ, ദുനിയാവിൽ സ്ഥൈര്യം നൽകുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അള്ളാഹുവിന്റെ ചോദ്യം ഉണ്ടാകുമ്പോൾ, മലക്കുകൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുവാൻ അവർക്ക് സാധിക്കുമാറ് അവർക്ക് നല്ല നല്ല വിശ്വാസവും കർമ്മങ്ങളും ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ഫയുനാദി മുനാദിം മിനസ് സമാ, വാനലോകത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയും, അൻ ഖദ് സദഖ അബ്ദി, എന്റെ ദാസൻ അള്ള പറഞ്ഞതനുസരിച്ച് എന്റെ ദാസൻ സത്യമാണ് പറഞ്ഞത് എന്ന് അത് അംഗീകരിക്കുകയാണ് വിശ്വാസിയുടെ വാക്കുകളെ. ഫഅഫ്രിഷൂ ലഹു മിനൽ ജന്ന, അതുകൊണ്ട് സ്വർഗത്തിന്റെ പുടവകൾ, പരവതാനികൾ അയാൾക്ക് നിങ്ങൾ വിരിച്ചു കൊടുക്കൂ എന്ന് പറയും. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം അയാൾക്ക് നിങ്ങൾ തുറന്നു കൊടുക്കൂ എന്ന് അല്ലാഹു പറയും. വഅൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിന്റെ ഉടയാടകൾ, പട്ടുവസ്ത്രങ്ങൾ അവരെ ധരിപ്പിക്കും. ഫയഅതീഹി മിൻ റൗഹിഹാ വതീബിഹാ, ആ സുഗന്ധവും അതിന്റെ ആസ്വാദനങ്ങളും സന്തോഷവുമൊക്കെ ആ ഖബറിലേക്ക്, അയാളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. വയുഫ്സഹു ലഹു ഫീഹാ മദ്ദ ബസ്രി, അയാളുടെ കണ്ണ് എത്തുമാറ് വിശാലമായിരിക്കും, ഒരു ഞെരുക്കവും പ്രയാസവും ഇല്ലാത്ത രീതിയിൽ അവിടെ അനുഭവിക്കുവാൻ സാധിക്കും. സത്യവിശ്വാസിയാണെങ്കിൽ, സൽക്കർമ്മങ്ങൾ ചെയ്തവരാണെങ്കിൽ, നിസ്കാരം ഒഴിവാക്കാത്തവരാണെങ്കിൽ അവർക്കൊക്കെയുള്ള സംഗതിയാണ്. എന്നാൽ നിഷേധിയാണെങ്കിലോ ചോദ്യങ്ങൾക്കെല്ലാം ഹാ ഹാ ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അട്ടഹസിക്കുകയല്ലാതെ, വെപ്രാളപ്പെടുകയല്ലാതെ ഒന്നും അയാൾക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പോഴാണ് അയാൾക്ക് അടിയുണ്ടാകുന്നത്. ഫയുനാദി മുനാദിം മിനസ് സമാ, വാനലോകത്ത് നിന്ന് വിളിച്ചു പറയുന്നത്, അൻ കദ്ദബ്, അയാൾ കളവാക്കി, സത്യത്തെ അയാൾ നിരാകരിച്ചു. ഫഅഫ്രിഷൂഹു മിനന്നാർ, അതുകൊണ്ട് സ്വർഗത്തിന്റെ വിരിപ്പ് അയാൾക്ക് വിരിച്ചു കൊടുക്കൂ. വഅൽബിസൂഹു മിനന്നാർ, നരകത്തിന്റെ വിരിപ്പ് അയാൾക്ക് വിരിച്ചു കൊടുക്കൂ. നരകത്തിൽ നിന്നുള്ള വസ്ത്രം, ഉടയാടകൾ അയാളെ ധരിപ്പിക്കൂ. വഫ്തഹൂ ലഹു ബാബൻ ഇലന്നാർ, നരകം കണ്ടുകൊണ്ട് കിടക്കുവാനുള്ള ഒരു വാതിൽ അയാൾക്ക് തുറന്നു കൊടുക്കൂ എന്ന് പറയും. ഫയഅതീഹി മിൻ ഹർരിഹാ വസമൂമിഹാ, ആ നരകത്തിന്റെ തീഷ്ണമായ ചൂടും സഹിക്കാൻ കഴിയാത്ത ദുർഗന്ധവുമൊക്കെ അയാളുടെ ജീവിതത്തെ അലോസരപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ അങ്ങ് കഴിയേണ്ടി വരും. വയുളയ്യഖു അലൈഹി ഖബ്റുഹു ഹത്താ തഖ്തലിഫ അദ്ലാഉ, അയാളെ വല്ലാതെ അങ്ങ് ഞെരുക്കുകയും എടുക്കുകയും ചെയ്യും. അയാളുടെ വാരിയെല്ലുകൾ കോർത്തു പോകുന്നത് പോലെ അതിശക്തമായ ഒരു ഞെരുക്കമുണ്ടായിരിക്കും ആ ഖബറിൽ എന്നാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം എപ്പോഴാണ് എന്ന് നമുക്ക് ആർക്കും അറിയുക സാധ്യമല്ല. ആ മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് ആരും കരുതേണ്ടതില്ല. യഥാർത്ഥ ജീവിതം ആരംഭിക്കുകയാണ്. അൽ ഖബ്റു അവ്വലു മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള ആദ്യ സ്റ്റെപ്പ്.
അതിനാൽ ഓരോ അവസരവും നന്മ ചെയ്യാൻ കിട്ടുന്ന ഓരോ സന്ദർഭവും ഓരോ സെക്കൻഡും അതിനുവേണ്ടി വിനിയോഗിക്കാൻ നമ്മൾ തയ്യാറാവുക. പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ, മടിയില്ലാതെ, അലസതയില്ലാതെ, അശക്തതയില്ലാതെ നന്മകൾ ചെയ്യുവാനുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹു നമുക്ക് എല്ലാവർക്കും നന്മകൾ സമ്പാദിക്കുവാനുള്ള മനസ്സും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഫറഗ അഹദുക്കും മിനത്ത് തശഹുദ്, നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ച് അവസാനം തശഹുദിൽ നിന്ന് വിരമിച്ചാൽ, അവസാനത്തെ അത്തഹിയാത്തിൽ ചൊല്ലേണ്ട അദ്കാറുകൾ, സ്വലാത്ത് ഒക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ, ഫൽയതഅവ്വദ് ബില്ലാഹി മിൻ അർബഅ, 4 കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും പടച്ച റബ്ബിനോട് രക്ഷ തേടണം. അതിലൊന്ന് മിൻ അദാബി ജഹന്നം, കത്തിയാളെന്ന നരകത്തിൽ നിന്നാണ്. മറ്റൊന്ന് വമിൻ അദാബിൽ ഖബർ, ഈ ഖബറിലെ ശിക്ഷയിൽ നിന്നാണ്. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, ജീവിതത്തിന്റെയും മരണസന്ദർഭത്തിലെയും ഉള്ള പരീക്ഷണങ്ങളിൽ നിന്നാണ്. വമിൻ ശർരിൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നാണ്. സ്വഹീഹ് മുസ്ലിമിലെ ആ ഹദീസിൽ പറഞ്ഞതുപോലെ നമ്മളൊക്കെ സാധാരണ ചൊല്ലാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പ്രാർത്ഥനയിൽ, ഹദീസിൽ തന്നെ ഖബർ ശിക്ഷ സത്യമാണ് എന്ന് നമുക്ക് കിട്ടും. സത്യമാണ് എന്ന് മാത്രമല്ല, അവിടെയുള്ള ആ ശിക്ഷയും പ്രയാസവും ഒക്കെ നമ്മൾ കോലപ്പെടുത്തുന്നതിനേക്കാൾ അപ്പുറമാണ് എന്നുള്ളത് കൊണ്ട് മരണത്തിന് മുമ്പ് ആയുസ്സുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, നമുക്ക് പ്രവർത്തിക്കുവാനുള്ള സൗകര്യങ്ങളും അവസരങ്ങളും ഉള്ളപ്പോൾ ആ ഖബറിനെ ഓർത്ത്, പരലോകത്തെ ഓർത്തുകൊണ്ട് നമ്മൾ നന്മകൾ അധികരിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആരോഗ്യവും ആഫിയത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും എല്ലാവരെയും അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ പടച്ച റബ്ബ് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.